കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആനന്ദിന്റെ ചോദ്യം കേട്ട് ഒരു നിമിഷം പകച്ചു നിൽക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാം. കാരണം ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഗോമതിക്ക് ടെൻഷനായി. ഗോമതി പെട്ടെന്ന് ബാലിന്റെ അടുത്തേ വന്നിട്ട് പറഞ്ഞു, ബാലേട്ട അത് പിന്നെ അവന്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചു പോയതാ, ബാലേട്ട ക്ഷമിച്ചു കളാ, ഇനി അവൻ അങ്ങനെയൊന്നും ചോദിക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും ബാലേട്ടൻ അവിടെ പൊട്ടിച്ചിരിക്കുവാണ് നിന്നോണ്ട്. ഈ സമയം ശ്രീദേവിയും ചിരിച്ചു. ആർക്കും ഒന്നും മനസ്സിലായില്ല. ബാലൻ വന്നിട്ട് പറഞ്ഞു, എന്താ ഗോമതി നീ അങ്ങനെ പറഞ്ഞേ? പിന്നീട് ആനന്ദിനോട് പറഞ്ഞു, നിന്റെ അമ്മ പറഞ്ഞ കേട്ടോ, നിന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞെന്ന്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഹണിമൂൺ ട്രിപ്പ് പോകുന്നൊക്കെ അറിവില്ലായ്മയാണോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടത് ആർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പൊ മീനാക്ഷിയൊക്കെ ഓർത്തോണ്ടിരിക്കണേ ഇപ്പൊ എന്തായാലും ഇവിടെ സംഭവിക്കും. തങ്ങള് ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞപ്പോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ നടന്നത്. ബാലൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ പിന്നെ ഹണിമൂൺ ട്രിപ്പ് പോകണം, അതിന് പോയിട്ട് വരട്ടെ. ഇനി പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പറഞ്ഞാൽ മതി, കംപ്ലീറ്റ് പൈസ ഞാൻ വേണേ തന്നോളാന്ന് പറയണ ഹണിമൂൺ ട്രിപ്പ് പോകാനുള്ളേ. പെട്ടെന്ന് ധർമ്മം പറഞ്ഞു, ഓന്ത് പോലും ദക്ഷിണ വെച്ച് പോകും ഈ നിർമാറ്റത്തിന് മുന്നിൽ അളിയന്റെ. കൊള്ളാന്ന് പറയണ. എന്താടാ ധർമ്മ നീ പറഞ്ഞെന്ന് ചോദിക്കണേ. ഒന്നുമില്ല അളിയാന്ന് പറയണ. പിന്നീട് ചോദിച്ചു, അല്ല എങ്ങോട്ടാ പോണേന്ന് തീരുമാനിച്ചെന്ന് ചോദിക്കാണ് ബാലൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, എങ്ങോട്ടാന്ന് തീരുമാനിച്ചിട്ടില്ല അച്ഛാന്ന് പറയണേ, ഏതെങ്കിലും ഹിൽ ഏരിയയിലേക്ക് പോണെന്നാ. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, അതെ എനിക്കും ആഗ്രഹം തന്നെയാ, ഏതെങ്കിലും ഹിൽ ഏരിയയിലേക്കൊക്കെ പോണെന്നാ. അത് കേട്ടതും ബാലൻ പറഞ്ഞു, അതെ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, തേക്കടിക്ക് പോയിക്കോ, അവിടെയാണെങ്കിൽ ഹിൽ ഏരിയ ആണ്, അത്യാവശ്യം മലകളും പുഴകളും എല്ലാം ഉണ്ടെന്ന് പറയണം, നല്ല പ്രദേശമാണെന്ന് പറയണം. ആഹാ കൊള്ളാം. ഇത് കേട്ടപ്പോ ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷം. പെട്ടെന്ന് മീനാക്ഷിക്ക് അങ്ങോട്ട് പെരുത്ത് കയറി. കണ്ടോ അച്ഛന്റെ ഇരട്ടത്താപ്പ് നയം. തങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞപ്പോ അച്ഛൻ 7 അയലക്കത്ത് പോലും അടുക്കില്ലായിരുന്നു. എന്തൊക്കെ പ്രതിസന്ധികളായിരുന്നു. ഇപ്പൊ അച്ഛൻ ഒരു കുഴപ്പമില്ല എന്ന് അവര് ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ എല്ലാരും കൂടെ അകത്തേക്ക് പോവാണ്. ഈ സമയം ശ്രീദേവി പോയിട്ട് ശ്രീകലനെ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് ശ്രീദേവി ചോദിച്ചു, അമ്മ തിരക്കിലായിരുന്നു എന്ന് ചോദിക്കാം. പിന്നെ ആണോന്നോ? അതെ ഇവിടുത്തെ ബിസിനസിന്റെ കാശുണ്ടല്ലോ, ആ ചാക്ക് കെട്ട് കണക്കിന് കൊണ്ടുവന്ന് മിറ്റത്തിട്ടേരിക്കുക നിന്റെ അച്ഛനെ ജോലിക്കാരെ കൊണ്ട്. അപ്പൊ അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി എടുത്ത് വെക്കണ്ടേ, ആ തിരക്കിലായിരുന്നു പറയും. അമ്മ എന്താമ്മേ തമാശ കളിക്കണോ? എടി ഞാൻ പിന്നെ ഇവിടെ എന്ത് ചെയ്യാനാ, നിനക്കറിയാലോ എന്റെ അവസ്ഥ എന്താണെന്ന് അറിയാലോ എന്ന് പറയാ. അല്ല ഇപ്പൊ നീ എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും. അത് പിന്നെ അമ്മേ ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോകാന്ന് പറയണം. ഹണിമൂൺ ട്രിപ്പോ എങ്ങോട്ട്? അത് തേക്കടിക്കാന്ന് പറയണം. ആഹാ കൊള്ളാലോ അമ്മേ, ഈ മൂന്നാർ പോലെ നല്ലൊരു സ്ഥലം തന്നെയാണ് തേക്കടി എന്ന് പറയണത്. അവിടെ ചെന്നാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടെന്ന് പറയാം. എന്റെ മോളെ അതെ എനിക്കോ സാധിച്ചില്ല, നിനക്കെങ്കിലും സാധിക്കട്ടെ എന്ന് പറയണേ. എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ട്രിപ്പൊക്കെ പോകണമെന്ന്, പക്ഷെ എനിക്ക് സാധിച്ചില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, അതൊക്കെ ശരിയാവന് അമ്മ, എനിക്ക് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേങ്കില് എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്. നമ്മുടെ കള്ളക്കളികളൊക്കെ ആരെങ്കിലും തിരിച്ചറിയുവോ? അങ്ങനെ നമ്മുടെ ചതി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നല്ലോ പറയാൻ പറ്റില്ല എന്ന് പറയണം. പെട്ടെന്ന് ശ്രീകല പറഞ്ഞു, എടി നീ അവിടെ എവിടെ ഇരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ? ഡേ ഭിത്തിക്ക് പോലും ഇന്നത്തെ കാലത്ത് ചെവിയുണ്ട്, എങ്ങാനും പുറത്തറിഞ്ഞിട്ടുണ്ടെ പിന്നെ ഉണ്ടല്ലോ നിന്റെ നാവിന്ന് തന്നെ നിനക്കുള്ള കുഴി നീ തോണ്ടൂന്ന് പറയണം. അത് പിന്നെ അമ്മ ആരും ഇവിടെ ഇല്ല, പിന്നെ അങ്ങനെയൊക്കെ നിനക്ക് തോന്നും, സംസാരിക്കണ സമയത്ത് എല്ലാം ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രീകല ഫോൺ വെക്കുന്നത്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോ ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷമായി. അച്ഛൻ പോകാൻ സമ്മതിച്ചല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുള്ളില്. ഈ സമയം അടുക്കളയിലേക്ക് ഗോമതി ചെല്ലുവാണ്. ഗോമതിക്കാണ് ആകെപ്പാ ടെൻഷൻ. അപ്പോഴേക്കും ഇത്രയും മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. മീനാക്ഷി വന്നിട്ട് പറഞ്ഞു, അമ്മേ ഇത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറയാണ്. അതെന്താ മോളെ? ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞപ്പോ ഇവിടെ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടായതാ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചേ? അച്ഛൻ കണ്ടില്ലേ? നേരം മലക്കം പറഞ്ഞ കണ്ടോ? അപ്പൊ ഞങ്ങൾക്കൊരു നിയമം, ഈ പറയുന്ന ആനന്ദേട്ടന് ശ്രീദേവിയടുത്തേക്ക് ഒരു നിയമം, ഇതെന്ത് എവിടുത്തെ ന്യായമാണെന്ന് ചോദിക്കണം. അത് പിന്നെ മോളെ നിന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ, എന്തറിയാലോന്ന്. ഞങ്ങളൊക്കെ വെറുതെക്കാര്, ഞങ്ങളൊക്കെ വെറും കറിവേപ്പില അല്ലേന്ന് ചോദിക്കണം. അങ്ങനൊന്നും പറയില്ലെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അമ്മ ചോദിക്കണം അച്ഛനോട്, ഈ ചെയ്യുന്നത് ശരിയാണോന്ന്. എല്ലാ മക്കളെ ഒരേപോലെ കാണണ്ടെന്ന് ചോദിക്കാം. അത് പിന്നെ മോളെ അങ്ങനെയൊക്കെ കാണുന്നേ, പിന്നെ എന്നങ്ങോട്ട് ഞങ്ങൾ വിശ്വസിച്ചു? ഒരിക്കലും വിശ്വസിക്കില്ല അമ്മേന്ന് പറയണം. ഞാൻ എന്തിനാ ഇതൊക്കെ വിശ്വസിക്കുന്നേ എന്ന് മീനാക്ഷി ചോദിക്കണം. ഒന്ന് ഓർത്തു നോക്കിയേ, അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇതിന് വല്ല കാര്യമുണ്ടോന്ന് ചോദിക്കണം. അമ്മ ഇപ്പൊ തന്നെ പോയി അച്ഛനോട് ചോദിക്കണം ഇത് ശരിയാണോന്ന്. ഞാൻ ചോദിക്കാൻ മോളെ. അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ, അമ്മ ചോദിക്കൊന്നില്ലെന്ന് പറയണേ. ഈ സമയം ഗോമതി ഞാൻ അതിനേക്കാളും വലിയ ടെൻഷനിലാന്ന് പറയണേ. എന്ത് ടെൻഷൻ? അല്ല ഇപ്പൊ തന്നെ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞു. ആനന്ദ് എന്നോടൊരു വാക്ക് ചോദിച്ചോ? നേരത്തെ ആണെങ്കിൽ എന്റെ അടുത്ത് വന്നിട്ട് പറയും, അമ്മ അച്ഛനെ കൊണ്ട് ഇതൊന്ന് ചോദിച്ച് ഒന്ന് സമ്മതിപ്പിക്കണം എന്നൊക്കെ പറയണേ. ഇപ്പൊ എന്നെ മൈൻഡ് പോലും അവൻ ചെയ്തില്ല. കണ്ടില്ലേ അതിന്റെ വിഷമത്തിലാണ് ഞാൻ. അതോടൊപ്പം തന്നെ ബാലേട്ടൻ എന്നോട് ഒരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ അവരെ ഹണിമൂൺ ട്രിപ്പ് വിടണോ വേണ്ടോന്നൊന്നും.
എല്ലാം ബാലേട്ടന് ഇഷ്ടപ്രകാരം ചെയ്യുമല്ലോ ചെയ്തേ. അപ്പൊ ഇവിടെ എനിക്ക് എന്താ വിലയുള്ളതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട മിത്ര പറഞ്ഞു, പോട്ടെ അപ്പച്ചി, അപ്പച്ചി അന്ന് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയണം. എനിക്ക് പിന്നെ എന്താ ഇവിടെ ജോലിയുള്ളത്, ഇപ്പൊ അടുക്കളയിൽ പോലും നേരെ ചൊവ്വേ നിൽക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം. അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു. ആഹാ, നിങ്ങളെന്താ ഇവിടെ അടുക്കള കാര്യം, എല്ലാരും അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പറയണം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, മോളെ ഞാൻ ചെയ്തോളാം. വേണ്ട വേണ്ട, ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അമ്മേ. അമ്മ ഇത്രയും കാലം പണിതും മടുത്തില്ലേ, അമ്മ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് മാറി തന്നാൽ മതി എന്ന് പറയണം. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അത് പിന്നെ അപ്പച്ചിക്ക് ഭയങ്കര വിഷമമുണ്ട് അടുക്കള ജോലി ചെയ്യാത്തന്റെ. അത് ജോലി ചെയ്യാത്തോണ്ടൊന്നും ആയിരിക്കില്ല വിഷമം, ഇത്രയും കാലം ജോലി ചെയ്തതിന്റെ വിഷമമായിരിക്കും. അതുകൊണ്ട് ദേ അമ്മയും എല്ലാരും കൂടെ അങ്ങ് ഇറങ്ങാൻ പറയണം. അങ്ങനെ അവരെ എല്ലാരും കൂടെ പുറത്തേക്ക് ഇറക്കി വിടും. ആ സമയം ഗോമതിക്ക് ആപ്പോ ടെൻഷനായി. കണ്ടില്ലേ, അവള് വന്നപ്പോ അടുക്കളയിൽ ഇറക്കി വിട്ടു എന്നൊരു ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സ് നിറയെ ആ സമയം ഉണ്ടായിരുന്നേ. പിന്നീട് ആകാശും ആനന്ദും അവരെല്ലാരും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദ് പറഞ്ഞു, അതെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാണ്ടെന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒന്ന് ധർമ്മം പറഞ്ഞു, എനിക്ക് തോന്നുന്നു ലോകാവസാനമാണെന്ന് തോന്നിയെന്ന് പറയാം. അതെന്താ? അല്ല അളിയനെ ഹണിമൂൺ ട്രിപ്പ് പോകാനൊക്കെ സമ്മതിച്ചേ. ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, അതെ അച്ഛനെ നിങ്ങൾ ആരും കൊച്ചാക്കി കാണണ്ടെന്ന് പറയണം. അച്ഛൻ അത്രക്കാരനൊന്നുമല്ല, അച്ഛനാൾ പാവാന്ന് പറയണം. ധർമ്മം പറഞ്ഞു, പാവമൊക്കെയാ, പക്ഷെ പന്തിയിൽ ഈ പക്ഷാപാതം പാടില്ലായിരുന്നു പറയണം. അതെന്താ? അല്ല ഇപ്പൊ ആനന്ദിനെ ശ്രീദേവിനെ ഹണിമൂൺ ട്രിപ്പ് ഓടുന്നുണ്ടല്ലോ. മുമ്പ് ആകാശും മീനാക്ഷിയൊക്കെ പോന്ന് പറഞ്ഞപ്പോ എന്ത് കലഹം ഉണ്ടാക്കിയ ആളാന്ന് പറയണേ. അപ്പോഴേക്കും എല്ലാരും കൂടെ ചിരിക്കുവാണ്. ഈ സമയം ആനന്ദ് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. കാര്യം പറ. അത് പിന്നെ നിങ്ങൾ എൻ്റെ കൂടെ ഹണിമൂൺ ട്രിപ്പ് വരണമെന്ന് പറയണ. ഹണിമൂൺ ട്രിപ്പോ? അതെ, കാരണം മിത്രയും ആര്യനും ആകാശും മീനാക്ഷിയും കൂടെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് 6 പേർക്കും പോവാന്ന് പറയണ. ഇത് കേട്ടപ്പോ ധർമ്മം ചോദിച്ചു, അപ്പൊ അതെന്താ? എനിക്കെന്തും ഇല്ലേ? അല്ല ഞങ്ങള് കപ്പിൾസ് അല്ലേ. പിന്നെ കപ്പിൾസ് ആണ് പോലും, എനിക്കും കപ്പിൾസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ ഞാൻ പോകുന്നു പറയണേ, നിങ്ങൾ ഒന്നിനും ഞാൻ കൂടെ കൊണ്ടുപോയില്ലെന്ന് പറയണേ. ഇത് കേട്ടതും ബാക്കിയുള്ളവർ ചിരിക്കുകയാണ്. ആ സമയത്ത് ആര്യം പറഞ്ഞു, അതെ ഏട്ടാ ഞങ്ങൾ വരേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. അതെന്താ ആര്യ അങ്ങനെ പറഞ്ഞു? നിങ്ങൾ തമ്മിൽ പോണ സമയത്ത് ഞങ്ങളും കൂടെ വരുന്നത് ശരിയല്ല എന്ന് പറയാം. നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് വെറുതെ എന്തിനാ? അതൊന്നും കുഴപ്പമില്ല ആര്യ, വന്നേ മതിയാവുള്ളൂ എന്ന് പറയണം. ആകാശ് പറഞ്ഞു, അത് ശരിയാ ആനന്ദേട്ടാ, ഞങ്ങൾ വരേണ്ട കാര്യമില്ലെന്ന് പറയാം. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ ട്രിപ്പ് പോകത്തില്ല കേട്ടോ എന്ന് പറയണം. നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമുള്ളെന്ന് പറയണം. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ നിങ്ങളും കൂടെ ചെല്ലാൻ പറയണം. അങ്ങനെ അവസാനം അവര് കൈ കൊടുത്ത് അങ്ങനെ ഹണിമൂൺ ട്രിപ്പ് പോകാന്നുള്ള ഒരു നിഗമനത്തിലൊക്കെ എത്തുവാണ്. അവസാനം എല്ലാരും കൂടെ ഓക്കെ പറഞ്ഞു അങ്ങനെ പിരിയുവാണ്. പിന്നീട് നേരെ ആകാശ മുറിയിലേക്ക് ചെല്ലുമ്പത്തേനും മീനാക്ഷി അസ്വസ്ഥയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷിയുടെ അടുത്ത് എന്നിട്ട് ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യം ആനന്ദേട്ടൻ പറഞ്ഞു, നമുക്കൂടെ പോവാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, ഞാനെങ്ങും ഇല്ലാന്ന് പറയണം. എന്താ മീനാക്ഷി ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക. പിന്നല്ലാതെ അവര് ഹണിമൂൺ ട്രിപ്പ് പോകുന്നിടത്ത് നമുക്ക് എന്താ കാര്യം? പൂച്ചയ്ക്ക് പൊന്നെടുക്കുന്നിടത്ത് നമുക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുക. അതെന്താ മീനു നീ അങ്ങനെ പറയണെന്ന് ചോദിക്കുകയാണ്. പിന്നല്ലാതെ എന്താ പറയണ്ടേ, നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല. അവരോടല്ല അച്ഛൻ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞേ. നമ്മൾ മുമ്പ് ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എന്തൊക്കെ പുകലുകളായിരുന്നു ഇവിടെ സംഭവിച്ചത്. അതൊക്കെ ആകാശം മറന്നു പോയെന്ന് ചോദിക്കാം. അതല്ല മീനു, ആനന്ദേട്ടൻ അവർക്കൊരു സന്തോഷമായിരിക്കും നമ്മളും കൂടെ ഉണ്ടെങ്കിൽ. പിന്നെ സന്തോഷമാകും പോലും ഒരു ഫോർമാലിറ്റിക്ക് ആനന്ദേട്ടൻ വിളിച്ച എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കൂടെ അപ്പോഴങ്ങോട്ട് പോവാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അതെ നിന്റെ ഈഗോ കാരണം നീ ഇങ്ങനെ പറയണെന്നൊക്കെ മീനാക്ഷിയോട് പറയാം. നിങ്ങൾ വലിയ ഫാമിലി വലിയ ഗവൺമെന്റ് ജോലിക്കാരും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. ആകാശെ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല. പിന്നെ ഹണിമൂൺ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞ് ഇപ്പൊ നമുക്ക് ഇത്രയൊക്കെ ആയില്ലേ, അതിനൊക്കെ ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട് പോകുന്നതിനായിട്ട്. കല്യാണം കഴിഞ്ഞ് ഇത്ര നാൾ കഴിഞ്ഞിട്ടല്ല ഹണിമൂൺ ട്രിപ്പ് പോകുന്നത്. പിന്നെ ആനന്ദേട്ടനെ ശ്രീദേവിയുടെ കല്യാണം ഈയിടെ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവര് ഹണിമൂൺ ട്രിപ്പ് പോകുന്നതൊക്കെ പറയണം എന്നും പറഞ്ഞോണ്ട് നമുക്ക് അവരോട് പോയി കൊടുന്ന് ഇല്ലേന്ന് ചോദിക്കണം. എന്തിനാ വെറുതെ നമ്മൾ ശല്യം ചെയ്യാനായിട്ട് പോകുന്നത്, അതിന്റെ കാര്യമില്ലോ എന്ന് പറയണം. ഓഹോ എനിക്ക് മനസ്സിലായി, നിന്റെ ഈഗോ കാരണം നീ ഇങ്ങനെയൊക്കെ പറയണേ. അതെ ഇപ്പോഴെനിക്ക് തോന്നേ അന്ന് അച്ഛൻ ഒരു പക്ഷേങ്കിൽ എതിർത്തിരുന്നെങ്കിൽ നീ ഞാൻ നമ്മളെ കല്യാണം നടക്കില്ലായിരുന്നു. ഇപ്പൊ തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന്. അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ ഞാൻ ആകാശിനെ മനസ്സിലാക്കുന്നില്ല അല്ലേ, അങ്ങനെയല്ലേ പറയണെന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാൻ വേണ്ട ആകാശെ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയണം. ഇപ്പൊ ഞാൻ എന്റെ വീട്ടുകാരൊക്കെ കുറ്റക്കാരല്ലേന്ന് ചോദിക്കണം. അല്ലെ പിന്നെ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ, പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ആനന്ദേട്ടൻ നമ്മൾ ഇല്ലെങ്കിൽ പോകത്തില്ലെന്ന് പറഞ്ഞ് ആനന്ദേട്ടൻ ഇരിക്കുന്നേ. അത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, ശരി സമ്മതിച്ചു. അതെ ആകാശിനെ ഓർത്തല്ല ആനന്ദേട്ടനെ ഓർത്തിട്ട് മാത്രം ഹണിമൂൺ ട്രിപ്പ് പോകുന്നതിന് സമ്മതിച്ചെന്ന് പറയണം. അങ്ങനെയെങ്കിലും സംഭവിച്ചല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട് ആകാശം. എന്താ? എന്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞ് എനിക്ക് അങ്ങ് നൊന്തെന്ന് പറയണം. ഇത് കേട്ടപ്പോ ആകാശം, ഞാൻ വെറുതെ പറഞ്ഞല്ലേ, പിന്നെ വെറുതെ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞ് ആകാശിട്ട് പോയി പിച്ചുവാണ്. അങ്ങനെ അവര് തമ്മിലുള്ള പ്രശ്നം അങ്ങോട്ട് സോൾവ് ആവുകയാണ്. ഈ സമയത്ത് മിത്രയുടെ അടുത്തേക്ക് ആര്യം വരുവാണ്. ആര്യം വന്നിട്ട് ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയാണ്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അതെ അതിന്റെ ആവശ്യം ഉണ്ടോന്ന് ചോദിക്കുക. എന്താ? അവർ തമ്മിൽ എൻജോയ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളെ ഇടയ്ക്കൊരു കട്ടുറുമ്പായിട്ട് പോകേണ്ട കാര്യമുണ്ടോ? അതൊന്നും കുഴപ്പമില്ല
മിത്രയെന്ന് പറയാം, അതെന്താ, നമ്മളെ വിളിച്ചിട്ടല്ലേ, വെറുതെ ഒന്നും അല്ല നമ്മൾ പോണേ, നമുക്ക് നമ്മുടേതായ പ്രൈവസി അല്ലേന്ന് ചോദിക്കണം. എന്നാലും എനിക്കെന്തോ അത്ര ഇതായിട്ട് തോന്നില്ലെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ മീനാക്ഷി അടുത്തയോടും കൂടി ചോദിക്കട്ടെ പോകുന്നതിനെ കുറിച്ച്. മീനാക്ഷി അടുത്ത അഭിപ്രായം എന്താന്ന് നോക്കട്ടെ എന്ന് പറയാണ്. ശരി, അങ്ങനെയാണ്, നീ ചോദിച്ചു നോക്ക്. മീനാക്ഷി അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളതെന്നൊക്കെ പറയാണ്. പിന്നീട് നേരെ മീനാക്ഷി അടുത്തേക്ക് മിത്ര ചെല്ലുവാണ്. മിത്ര എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, ആകാശം എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യാൻ അവസാനം എനിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു, എനിക്ക് പോകാനൊട്ടും താല്പര്യമില്ലെന്ന് പറയാണ്. മിത്ര പറഞ്ഞു, എനിക്കും അതുപോലെ തന്നെയാന്ന് പറയാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയണം. പോവണം, അത്ര തന്നെയെന്ന് പറയണം. അതൊക്കെ ശരി തന്നെയാ മിത്രേ, പക്ഷെ എനിക്ക് ആ ശ്രീദേവിയുടെ മുഖം ഓർത്തിയുമ്പം ഒരു സന്തോഷം തോന്നില്ല. എന്തോ അവരെന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നേ. എനിക്ക് അവരെ അത്രയും കൂടെ പിടിച്ചിട്ടില്ല, അവരെ അത്രയ്ക്ക് വിശ്വാസം വന്നിട്ടില്ലെന്ന് പറയാണ്. ഇതെന്തെന്നുള്ള രീതിയിൽ ആ സമയം മിത്ര മീനാക്ഷിനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.